ലീഡർ നമ്മളുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വിഭാഗത്തിനുംപ്പെട്ട സഹായങ്ങൾ ഓരോ വിഭാഗം ആളുകളുടെയും അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാനായിട്ടാണ് നമ്മളുടെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നു, കഴിഞ്ഞ 70 വർഷക്കാലത്തോളം 65 വർഷക്കാലത്തോളം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള ശോചനീയാവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കോൺഗ്രസ്, അതുപോലെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവർക്കെല്ലാവർക്കും എതിരായി അതിശക്തമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഒരു ഭാഗം കേരളത്തിൽ വരുവാൻ, നമ്മളുടെ തിരുവല്ലയിൽ വരുവാൻ, അതിനേറ്റവും നമുക്ക് അനൂപ് ആന്റണിയിലൂടെ നമുക്കത് നേടിയെടുക്കണം പ്രിയ സുഹൃത്തുക്കളെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 25 വർഷക്കാലമായി ഈ തിരുവല്ല നിയോജക മണ്ഡലം ഭരിക്കുന്ന ഒരു MLA ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിധത്തിലുള്ള വികസനവും നടക്കാതെ തിരുവല്ല പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നടക്കേണ്ട വികസന പദ്ധതികൾ, പുതിയ പദ്ധതികൾ, റോഡുകൾ, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു പദ്ധതികളും നടപ്പാക്കാതെ ഇന്ന് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ അനൂപ് ജി അദ്ദേഹം പ്രസംഗിക്കുന്നിടത്തെല്ലാം പറഞ്ഞു, പുതിയ തിരുവല്ല, ഞാൻ ഇവിടെ പുതിയ തിരുവല്ല കൊണ്ടുവരും, കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തിരുവല്ല കൊണ്ടുവരും, വികസന പദ്ധതികൾ കൊണ്ടുവരും, വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള പദ്ധതികൾ കൊണ്ടുവരും, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ വ്യവസായികളെ കൊണ്ടുവന്ന് പുതിയ വ്യവസായങ്ങൾ ഉണ്ടാക്കി എൻ്റെയും നിങ്ങളുടെയും തൊഴിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുപോലെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒട്ടനവധി ആളുകൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കും ഈ ഇല്ല അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി പറയുവാനുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാക്കിയെടുക്കുവാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകർ നമ്മൾ അതിശക്തമായി തന്നെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മളെല്ലാവരും ഇപ്പോൾ ബൂത്തുകൾ കയറി ഇറങ്ങുന്നു. ആ ബൂത്തുകൾ കയറി ഇറങ്ങി ഓരോ വീട്ടിലും കയറുമ്പോൾ ആളുകൾക്ക് കൃത്യമായും ഈ വികസന പദ്ധതിയുടെ രേഖകൾ കൊടുത്തുകൊണ്ട് നമ്മളുടെ സ്ഥാനാർത്ഥിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ശക്തമായി കേട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ അവർ പറയുന്നു, മാർക്സിസ്റ്റുകാർ എന്ത് പറയുന്നു, അവർ പറയുന്നു ഞങ്ങളാണ് ഈ രാജ്യത്തെ തൊഴിലാളികളെ നന്നാക്കാൻ, ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ എന്ന് അവർ പറയും. മാത്രമല്ല അവർ പറയും സാധാരണക്കാരെ വഴി നടക്കാൻ അനുവദിച്ച ഞങ്ങളാണ് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിലെയും അതിന് താഴെയുള്ള വിഭാഗങ്ങളെയും വഴിയിറങ്ങി നടക്കാൻ സമ്മതിച്ചെന്ന് മാർക്സിസ്റ്റുകാരൻ പറയും. എന്നാൽ മാർക്സിസ്റ്റുകാരനോട് ഞാനൊന്ന് പറയട്ടെ, 1903 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവനും 1907 അയ്യങ്കാളിയും 1914 മന്നത്തച്ഛനും അടങ്ങുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ആ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് കേരളത്തിൽ വഴി നടക്കാനും കേരളത്തിൽ മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. മാർക്സിസ്റ്റുകാർ പറയും ഞങ്ങളാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന് അവർ പറയും. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്ത് വളരെയധികം പിന്നോക്കം നിന്ന നമ്മുടെ ഈ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും മാറ്റം കൊണ്ടുവരുവാൻ ഈ രാജ്യത്ത് ക്രിസ്തീയ സഭകൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, സാംസ്കാരിക രംഗങ്ങൾ, അതാർക്കും നമുക്ക് മറക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് അവർ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ സാംസ്കാരിക രംഗത്ത് മാറ്റം വരുത്തി എന്ന് പറയുന്നത് വെറുതെ എന്താണ് അവർ ചെയ്തത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ 4 നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ കുമാരനാശാൻ,
ചണ്ടാല ഭിക്ഷുകി എന്ന കവിത എഴുതി. ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചണ്ടാല ഭിക്ഷുകി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നത ജാതി എന്ന് നമ്മൾ കരുതുന്ന ആ ബ്രാഹ്മണ ബുദ്ധ ഭിക്ഷുവിനെ കൊണ്ട് താഴേക്കിടയിലുള്ള ഒരു ചണ്ടാലി പെണ്ണിനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ച് കൊടുത്തുകൊണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിർനാവ് വരണ്ടഹോ ഭീതി വേണ്ട തരികത് എനിക്ക് നീ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് വെള്ളം കുടിപ്പിച്ച്, വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട്, വെള്ളം ആവശ്യത്തിന് ദാഹജലം കൊടുത്തുകൊണ്ട് അന്ന് കുമാരനാശാൻ എഴുതിയ ആ കവിത ചണ്ടാല ഭിക്ഷുകി നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ ഒരു മാറ്റം തന്നെ, ഒരു വിസ്ഫോടനം തന്നെ സംഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇത്ര ആദർശധീരമായിട്ടുള്ള പുതിയ രീതിയിലുള്ള സംസ്കാരങ്ങൾ സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ച, ആത്മീയ രംഗത്ത് പ്രവർത്തിച്ച വേറൊരു ഗുരുവുണ്ടോ? എന്താണ് ഗുരു? ഗുശബ്ദം താൻ അന്ധകാരം, ഋഷബ്ദം തൻ തിരോധനം, അന്ധകാരത്തെ അകറ്റിയിടുകയാൽ ഗുരുവെന്നറിയുന്നത് എന്ന് പറയുന്ന ആ ഗുരുവാക്യം അന്ധകാരത്തെ അകറ്റി മനസ്സിൽ പ്രകാശത്തെ തരുന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആത്മീയ നേതാക്കൾ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മന്നത്തച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അങ്ങ് വൈക്കത്ത് സവർണജാഥ നയിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EN ശങ്കരൻ നമ്പൂതിരിപ്പാടല്ല, അതുപോലെ തന്നെ മറ്റ് നേതാക്കളല്ല. ആ മന്നത്തച്ഛൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ആ സമരം, ആ സവർണജാഥ നിങ്ങൾ ആരും മറന്നുപോയിട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയ ഞാൻ ഈ പറഞ്ഞ 4-5 സമൂഹങ്ങളാണ്, സമൂഹത്തിലെ നേതാക്കന്മാരാണ്. അപ്പോൾ തീർച്ചയായും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഉന്നയിക്കുന്ന പോലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഞങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും വെറും വരട്ട തത്വജാത മാത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മറ്റൊരു കാര്യം അറിയണം. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ ഏകദേശം 65 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചു. എന്ത് മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിക്കണം. രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ ഇന്ത്യയിൽ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്ത് അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ചു. അത് രാജ്യത്തെ നിയമസഭ, കേരളം അടക്കമുള്ള നിയമസഭകളിലേക്ക് സമയത്ത് ആ തെരഞ്ഞെടുപ്പ് നടത്താതെ നമ്മുടെ രാജ്യത്ത് വേറെ രീതിയിലേക്ക്, ഏകാധിപത്യ പ്രവണതയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കുടുംബവാഴ്ചയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടികൾ, 5 പരിപാടികൾ സഞ്ജയ് ഗാന്ധിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ബലമായി പൗരന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു സംഭവമാണ് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായത്. ഇന്നും അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പോറൽ പോലെ കിടക്കുകയാണ്, ഇരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി ആവർത്തിക്കുവാതിരിക്കുവാൻ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വികസനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാതെ രാജ്യത്തിൻ്റെ ഉച്ചനീചത്വങ്ങൾക്കെതിരായി അതിശക്തമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന മോദിജിയുടെ പിൻഗാമികളായ നമ്മൾക്കെല്ലാവർക്കും ഈ രാജ്യത്ത് സുഖമായി ജീവിക്കുവാൻ നമ്മളുടെ അനൂപ് ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ നിയമസഭയിൽ വിജയിച്ചു ചെല്ലേണ്ടതുണ്ട്. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, അനൂപ്ജിയെ നിങ്ങളെല്ലാവരും, ഞാനത് പ്രത്യേകിച്ച് നമ്മൾ മാത്രമുള്ള ഒരിടത്ത് പറയേണ്ട കാര്യമില്ല. അനൂപ്ജി എത്ര ശാന്തമായി, എത്ര വിശാലമായി ഓരോ പ്രശ്നങ്ങളെയും അവതരിച്ചു മനനം ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുന്നു. മാത്രമല്ല, നമ്മളെയൊക്കെ കണ്ട നാൾ മുതൽ ഈ കുന്നന്താനത്തും അതുപോലെ തന്നെ മല്ലപ്പള്ളിയിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് പോലെ, എന്നെയും നിങ്ങളെയും സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ട് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അതിശക്തമായി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. അതിൽ മാറ്റമുണ്ടാകാത്ത വിധത്തിൽ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എത്രയോ പദ്ധതികൾ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൽ ജീവൻ മിഷൻ. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ആ ജൽ ജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ മേഖലകളിലും, ഓരോ കോളനികളിലും, ഓരോ പ്രദേശങ്ങളിലും എല്ലാം ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി
ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ആ പരിപാടി നമ്മൾക്ക് മറക്കുവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഓരോ ദിവസങ്ങളിലുമായി വ്യത്യസ്തമായ വികസന പദ്ധതികളാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്നത്. ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, അന്ന് കോവിഡ് കാലത്തിന് മുമ്പ് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എല്ലാവരും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനും നിങ്ങളും എല്ലാവരും എടുത്തു. പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിങ്ങൾ എടുക്കരുത് എന്ന നേതാക്കന്മാർ അണികളെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അവരും എടുത്തില്ല. കോവിഡ് സമയമായപ്പോൾ 1500 രൂപ 3 ഗഡുക്കളായി നമ്മളുടെ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് ബഹുമാനായ പ്രധാനമന്ത്രി ഇടുകയുണ്ടായി, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടുകയുണ്ടായി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മാത്രമല്ല കോവിഡ് കാലത്ത് 80 ലക്ഷം ആളുകൾക്കാണ് സൗജന്യമായി റേഷൻ കൊടുത്തത്. വേറെ ആരുമല്ല, മോദിജിയുടെ ഗവൺമെൻറ്റാണ്. അമേരിക്കയിൽ പോലും 30 കോടി ആളുകളെയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ക്ഷമിക്കണം, 80 ലക്ഷമല്ല, 80 കോടി ആളുകൾക്ക് ആണ് ഈ മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സൗജന്യമായി റേഷൻ നൽകിയത്. അമേരിക്കയിൽ പോലും 30 കോടി ആളുകൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്താണ് നമ്മളിവിടെ 80 കോടി ആളുകൾക്ക് കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്ക് സൗജന്യമായി റേഷൻ കൊടുക്കുവാൻ കഴിഞ്ഞുള്ളത് വളരെ അഭിമാനകരമായിട്ടാണ്. മാത്രമല്ല, നിങ്ങൾക്കെല്ലാവരും അറിയാം, നിങ്ങളിൽ പലരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി, ആ സ്വയം തൊഴിൽ പദ്ധതി 42 ലക്ഷം ആളുകളാണ്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അപ്പോൾ 42 ലക്ഷം ആളുകൾക്കാണ് സ്വയം ഈ മുമ്പ് പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എത്ര പദ്ധതികൾ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അപ്പോൾ പുതിയ പദ്ധതികൾ വരുവാൻ, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ, പുതിയ പദ്ധതികൾ നടപ്പാക്കുവാൻ, അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ, അഴിമതിക്കെതിരായി അതിശക്തമായി നിലകൊള്ളുന്ന മോദിജിയുടെ നേതൃത്വത്തിലുള്ള മോദിജിയുടെ ടീം, അതുപോലെ അനൂപ് ജി അടക്കമുള്ള ആളുകൾ, അവരാണ് നമ്മളുടെ രാജ്യത്തെ മാറ്റത്തിൻ്റെ കാറ്റ് കൊണ്ടുവരുവാൻ, അവർക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും രംഗത്തേക്ക് ഇറങ്ങി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ നിയോജക മണ്ഡലത്തിൽ നമ്മൾക്ക് ജയിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഞങ്ങൾ പല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല പഞ്ചായത്തിലും പോകേണ്ടി വന്നിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അനൂപ് ജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ ഈ മല്ലപ്പള്ളിയിലും അതുപോലെ തന്നെ കുന്നന്താനത്തും കല്ലുപ്പാറയും അടക്കമുള്ളിടത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്ത് പുതിയ ഒരു സംവിധാനം ഉണ്ടാകണം, അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവണം, ആ ജനപ്രതിനിധികൾ ജയിച്ചു വരണം. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായി പ്രിയമുള്ളവരെ ഇന്ന് ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങി നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹായം, അകമൊഴിഞ്ഞ സഹകരണം, ഇവയെല്ലാം വീണ്ടും വീണ്ടും നമ്മളുടെ ബൂത്തുകളിലും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തകരുടെ അരികിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകരുടെ അരികിലും നമ്മൾക്ക് വോട്ട് തരുവാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും കണ്ട് ഇത് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ടും എനിക്ക് 2 വാക്കുകൾ സംസാരിക്കാൻ അവസരം തന്നെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷനും ബാക്കി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് ജിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ജഗദീശൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ തിരുവല്ലയുടെ ചരിത്രം തിരുത്തി കുറിക്കുവാൻ പോകുന്ന ജനകീയ നേതാവ് ശ്രീ അനൂപ് ആന്റണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കണം, കസേരയിലേക്ക് എല്ലാവരും കയറിയിരിക്കണം.
യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, NDAയുടെ നേതാക്കന്മാർ, ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മല്ലപ്പള്ളിയിലെ, തിരുവല്ലയിലെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സമ്മതിദായകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഐതിഹാസികമായ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവല്ല കുറേ വർഷക്കാലമായി കാത്തിരിക്കുന്ന ഒരു നിമിഷം. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്, നമ്മൾ തിരുവല്ലക്കാരാണ്, നമ്മൾ മല്ലപ്പള്ളിക്കാരാണ്, നമ്മൾ ആനിക്കാടുകാരാണ്, നമ്മൾ കല്ലൂപ്പാറക്കാരാണ്, കുന്നന്താനംകാരാണ് എന്നൊക്കെ നമ്മൾ വളരെയധികം അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയാലും ഒരു തിരുവല്ല മണ്ഡലംകാരനെ കാണാൻ സാധിക്കുമെന്ന് ആളുകൾ പറയുന്നത് വെറുതെ അല്ല. ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയാലും നമുക്കൊരു തിരുവല്ലക്കാരനെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ലോകം കണ്ടവനാണ് തിരുവല്ലക്കാരൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അമേരിക്കയിൽ പോയാലും, യൂറോപ്പിൽ പോയാലും, ഗൾഫിൽ പോയാലും, ഡൽഹിയിൽ പോയാലും, ബോംബെയിൽ പോയാലും, ബാംഗ്ലൂരിൽ പോയാലും, എവിടെ പോയാലും ഒരു തിരുവല്ലക്കാരനെ കാണാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ളവരാണ് തിരുവല്ലക്കാർ. അതുപോലെ തന്നെ അത്രത്തോളം ചരിത്രവുമുള്ളവരാണ് തിരുവല്ലക്കാർ. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിരണം എന്ന് പറയുന്ന നമ്മുടെ തിരുവല്ല മണ്ഡലത്തിന്റെ അങ്ങേ അറ്റത്ത് പല പരിപാടികൾക്കൊക്കെ ആയിട്ട് പോകാനിടയുണ്ടായി. നിരണത്ത് പോകുമ്പോഴൊക്കെ നിരണത്തിന്റെ ചരിത്രം പറയുമ്പോൾ 400-500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പായ്ക്കപ്പലിലൊക്കെ വിദേശത്ത് നിന്ന് ആളുകൾ വാണിജ്യത്തിനും വ്യാപാരത്തിനും വേണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് നിരണത്തുള്ള പ്രദേശങ്ങൾ എന്നൊക്കെ ആളുകൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഈ തിരുവല്ല മണ്ഡലം. ഒരു വശത്ത് ലോകം കണ്ടവരും മറുവശത്ത് ചരിത്രമുറങ്ങുന്ന മണ്ണുമാണ് തിരുവല്ല. അത്രത്തോളം പാരമ്പര്യവും പഴമയും ഒക്കെയുള്ള നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ മണ്ഡലമാണ് തിരുവല്ല. എങ്കിലും നമ്മൾ തിരുവല്ലക്കാരുടെ മനസ്സിൽ ഏതൊരു തിരുവല്ലക്കാരനും, അതായത് തിരുവല്ല മണ്ഡലത്തില് ഇങ്ങ് ആനിക്കാട് മുതൽ അങ്ങ് പുറമറ്റം മുതൽ കുറ്റൂര് മുതൽ പെരിങ്ങര മുതൽ അങ്ങറ്റം നിരണം കടപ്പുറ വരെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയേറെ പാരമ്പര്യവും ഇത്രയേറെ ലോകപരിചയവുമുള്ള തിരുവല്ലക്കാരുണ്ടായിരുന്നിട്ട് പോലും തിരുവല്ലയ്ക്ക് ആവശ്യമായ വികസനം തിരുവല്ലയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ വസ്തുത എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, ഈ മല്ലപ്പള്ളിയിൽ യാദൃശ്ചികമായിട്ട് ഒരു കുടുംബത്തിൽ കയറി ചെന്നു. നമ്മുടെ BJP-യുമായിട്ടൊന്നോ അല്ലെങ്കിൽ NDA-യുമായിട്ടൊന്നോ യാതൊരു ബന്ധമുള്ള കുടുംബമൊന്നുമല്ല. വോട്ട് ചോദിക്കുന്ന അന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോ വീടുകളിലും കയറി ചെന്ന് വോട്ട് ചോദിക്കുന്ന ആ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് വോട്ട് ചോദിക്കാമെന്ന് കരുതി യാദൃശ്ചികമായിട്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നാണ്. അവിടെ കയറി ചെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞങ്ങളൊരു 10-25-30 കൊല്ലമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഭർത്താവും ഭാര്യയുമാണ്. അവർ നാടൊക്കെ വിട്ടു പോയിട്ട് 10-30 കൊല്ലമായി. നാട്ടിലൊക്കെ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും കല്യാണമോ മരണമോ ഒക്കെ ഉള്ളപ്പോൾ മാത്രം വന്നു പോയിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10-25-30 കൊല്ലത്തിൽ അവർ അമേരിക്കയിലായിരുന്ന കാലഘട്ടത്തിൽ ഏതാനും ചില സമയങ്ങൾ മാത്രം തിരുവല്ലയിൽ വന്നുപോയ ആളുകളാണ്. പക്ഷെ പിന്നീട് അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി നാട്ടിലേക്ക് മടങ്ങി വരികയാണ്, ഞങ്ങൾക്കിനി അമേരിക്കയിൽ കഴിയേണ്ട, തിരിച്ച് നാട്ടിൽ വന്ന് മല്ലപ്പള്ളിയിൽ സെറ്റിൽ ആകാമെന്ന് കരുതി അവർ നാട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ എന്നെ ഇപ്പോൾ അവര് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, അവരൊരു BJP രാഷ്ട്രീയത്തിൽ പെടുന്ന ആളുകളൊന്നുമല്ല. പക്ഷെ അവർ വളരെ വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ നാട് 25-30 വർഷം മുമ്പ് വിട്ടിട്ട് പോയിട്ട് ഞങ്ങൾ അമേരിക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇപ്പൊ നമ്മൾ തന്നെ പറയാറില്ലേ, ഒരു 25-30 വർഷം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയത്തില്ല, കാരണം മുഖം തന്നെ മാറിയിട്ടുണ്ടാവും.
എന്ന് പറയുന്നത് പോലെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഇത്രയും വർഷം കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് മല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നാട് തന്നെ മാറിയിട്ടുണ്ടാവും. ഈ തിരുവല്ലയും മല്ലപ്പള്ളിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ മാറ്റമുണ്ടായി കാണുമെന്ന് അവര് മനസ്സിൽ കരുതിയിട്ടാണ് അവര് തിരിച്ച് മല്ലപ്പള്ളിയിലേക്ക് വരുന്നത്. പക്ഷെ അവരെന്നോട് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞത്, ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ മനസ്സിൽ 25 വർഷം മുമ്പ് 30 വർഷം മുമ്പ് ഈ മല്ലപ്പള്ളിയെക്കുറിച്ച് ഒരു ചിത്രമുണ്ടായിരുന്നത്, അതേപടി കിടക്കുകയാണ് തിരുവല്ലയും മല്ലപ്പള്ളിയും. യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല 25-30 വർഷത്തിനുള്ളിൽ എന്നവര് വളരെ അമ്പരന്നുകൊണ്ട് എന്നോട് പറയുകയായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? 25-30 വർഷം മുമ്പ് ഈ തിരുവല്ലയും മല്ലപ്പള്ളിയും ഈ പ്രദേശമൊക്കെ എങ്ങനെയാണോ കിടന്നത് അതേപടി കിടക്കുകയാണ് എന്നവർ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് കുന്നന്താനത്ത് വെച്ച ഒരു പരിപാടിയിൽ പറഞ്ഞു. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പായിട്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ വികസന സംഗമങ്ങൾ നടത്തിയുണ്ടായി, വികസന സദസ്സുകൾ നടത്തുകയുണ്ടായി. ആ വികസന കൂട്ടായ്മയിൽ വെച്ച് കുന്നന്താനത്ത് വെച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇല്ല അനൂപ്ജി, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അവർ പറയുന്നത് തെറ്റാണ്. അപ്പൊ ഞാനും ഒരു നമ്പരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ പറയുന്നത് 25 വർഷം മുമ്പ് 30 വർഷം മുമ്പ് തിരുവല്ലയും മല്ലപ്പള്ളിയും ഒക്കെ എങ്ങനെയാണോ കിടന്നത് അതേപടി കിടക്കുകയാണ് എന്ന് അവർ പറയുന്നത് തെറ്റാണ്. മറിച്ച് അതിലും 25 വർഷം മുമ്പ് തിരുവല്ല എങ്ങനെയായിരുന്നു അതേപടിയിലേക്ക് പുറകോട്ടാണ് തിരുവല്ല പോയത് എന്നാണ് ആ കുന്നന്താനത്തുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞത്. പ്രായമുള്ള മനുഷ്യനാണ്, ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അദ്ദേഹം പറയുന്നത് 25 വർഷം പിന്നോട്ടാണ് തിരുവല്ല പോയത്, മുന്നോട്ടല്ല. ശരിയല്ലേ? നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ മല്ലപ്പള്ളിക്കാർക്കറിയാം, ഈ മല്ലപ്പള്ളി ടൗണ് എത്രയോ കാലമായിട്ട് ഇതേപടി കിടക്കുന്ന ഒരു മല്ലപ്പള്ളി ടൗണ്. ഈ മല്ലപ്പള്ളി ടൗണിൽ നമുക്കുള്ള ചന്ത, ആ ചന്ത എത്ര നാളെ എനിക്കറിയത്തില്ല. ആ ചന്തയിൽ എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും ഒരു കഴിഞ്ഞ 25 വർഷക്കാലത്തുള്ള എന്തെങ്കിലും പുതുതായിട്ട് പണിഞ്ഞോ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് നമ്മുടെ പാലം, നമ്മുടെ ഈ മല്ലപ്പള്ളി പാലം ഈ കഴിഞ്ഞ 20-25 വർഷത്തിനുള്ളിൽ അതിൽ എന്തെങ്കിലും പണി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു പുതുക്കി പണിയാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഈ മല്ലപ്പള്ളി ടൗണ് 25 വർഷം മുമ്പ് എങ്ങനെയാണോ കിടന്നത് അതേപടി കിടക്കുകയാണ്. കുറച്ച് കടകൾ കൂടുതൽ വന്നു. ഞാൻ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പുതിയ റോഡുകളോ പുതിയ സൗകര്യങ്ങളോ എന്തെങ്കിലും 25 വർഷത്തിൽ വന്നിട്ടുണ്ടോ? ആ മല്ലപ്പള്ളി ടൗൺ, തിരുവല്ല ടൗണ്, ഈ ടൗണിലൊക്കെ സത്യം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ നിരണത്ത് ഒരു മരണത്തിന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പരിചയമുള്ള ഒരു വീട്ടിൽ കയറിയിട്ട് ഞാൻ അവിടുത്തെ ഒരു വ്യക്തിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആരെയോ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, ആരെ കാത്തിരിക്കുകയാണ്? അപ്പൊ പറഞ്ഞു, എൻ്റെ അടുത്തുള്ളൊരു പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരും. ഞാൻ ചോദിച്ചു, പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ പറഞ്ഞു, ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ ബൈക്കിൽ വന്നിട്ട് എന്നെ തിരുവല്ല ടൗൺ വരെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബൈക്കിൽ പോകുന്നത്? ഒരു വീടിന്റെ ഫ്രണ്ട് കാർ കിടപ്പുണ്ട്, എന്തുകൊണ്ട് കാറിൽ പോയിക്കൂടാ? അപ്പൊ എന്നോട് പറഞ്ഞത്, ആ തിരുവല്ല ടൗണിൽ പോയി കഴിഞ്ഞാൽ ആ കാർ ഒന്ന് പാർക്ക് ചെയ്യാൻ എത്രത്തോളം സമയം വേണോ അത്ര സമയം കൊണ്ട് 4 തവണ തിരുവല്ല പോയി വരാം, തിരുവല്ല ടൗണിലോട്ട് പോയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ഈ മല്ലപ്പള്ളി ടൗണിലോ തിരുവല്ല ടൗണിലോ കാർ ഒന്ന് പാർക്ക് ചെയ്യാൻ പോലുമുള്ള സൗകര്യമില്ല ഈ കഴിഞ്ഞ 25-30 വർഷമായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഈ 20-25 വർഷത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചാനലുകൾ എൻ്റെ ഈ പ്രചരണത്തിനിടയിൽ എൻ്റെ ഇന്റർവ്യൂ ബൈറ്റ് എടുക്കാൻ വരികയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ 20-25 വർഷത്തിനുള്ളിൽ തിരുവല്ലയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അവർ CPM-കാരോടും പോയി ചോദിക്കും, കോൺഗ്രസ്സുകാരോടും പോയി ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമേ പോയി ചോദിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ നിയമസഭാ അംഗത്തിന്റെ അയലത്തുള്ള വീട്ടിലാണ് നിങ്ങൾ ആദ്യമേ പോയി ചോദിക്കേണ്ടത്. അപ്പൊ അവരെന്നോട് വളരെ അമ്പരന്നുകൊണ്ട് ചോദിച്ചു, അതൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളി വഴി ചേലക്കൊമ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡിന്റെ പദ്ധതി വന്നിട്ട്, റോഡിന്റെ പദ്ധതി അനൗൺസ് ചെയ്തിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ആ MLA-യുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടാണ് ആ റോഡ് പോകുന്നത്. അപ്പോൾ MLA-യുടെ വീടിന്റെ അയലത്തുള്ള വ്യക്തിയോട് പോയി ചോദിക്കണം, ഇനി നിങ്ങൾ ആ MLA-ക്ക് വോട്ട് ചെയ്യുമോ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാനലുകാർ അവിടെ പോയിട്ട് ചോദിക്കണം,
ഈ MLAക്ക് ഇനി നിങ്ങൾ വോട്ട് ചെയ്യുമോ? സ്വന്തം വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് 15-20 വർഷക്കാലം MLA ആയി തുടർന്നിട്ടും ആ റോഡ് പോലും പണിയാൻ സാധിക്കാത്ത നിയമസഭാ അംഗത്തെ ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കണം, 20 വർഷമാണ് അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നത്. ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. പക്ഷെ 20 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. 20 വർഷം പ്രായമുള്ള ചെറുപ്പക്കാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അവർക്കറിയാം 20 വർഷം മുമ്പ്, അതായത് അവർ ജനിക്കുന്നതിന് മുമ്പ് MLA ആയ വ്യക്തിയാണ് ഇപ്പോഴും തിരുവല്ലയിൽ MLA ആയി തുടരുന്നത്. 20 വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് തിരുവല്ലയിൽ ഉണ്ടായതെന്ന് ആ ചെറുപ്പക്കാർ മുതിർന്ന ആളുകളോട് ചോദിക്കുമ്പോൾ മുതിർന്ന ആളുകൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടാവണ്ടേ? കാരണം 20 വർഷം മുമ്പുള്ള തിരുവല്ല മല്ലപ്പള്ളി ആ ചെറുപ്പക്കാരൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഉള്ള വ്യക്തിക്ക് 20 വർഷം മുമ്പ് തിരുവല്ല മല്ലപ്പള്ളി എങ്ങനെയായിരുന്നുവെന്നും 20 വർഷം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്നും കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ വന്നിട്ട് ഒരു 20 വയസ്സുള്ള പയ്യൻ ചോദിക്കുകയാണ്, അച്ഛാ 20 വർഷം മുമ്പ് തിരുവല്ല ഈ MLA തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ചോദിച്ച ഉത്തരം വളരെ ലളിതമാണ്. മോനെ, ഇപ്പൊ എങ്ങനെയാണോ തിരുവല്ല അതേപടി തന്നെയായിരുന്നു 20 വർഷം മുമ്പും തിരുവല്ല, യാതൊരു മാറ്റവുമല്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ആലോചിക്കണം, 20 വർഷം കൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ച് യുവാവേണ്ട പ്രായമാണ് 20 വർഷം. പക്ഷേ കഷ്ടകാലം എന്ന് പറയാം, തിരുവല്ലയുടെ വികസനം ഇപ്പോഴും യുവാവാതെ ആ ശൈശവത്തിൽ തന്നെ കഴിയുകയാണ് തിരുവല്ലയുടെ വികസനം. അതിൽ മാത്രം യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല. ശരിയല്ലേ പറയുന്നത്? നമ്മുടെ തിരുവല്ലയും നമ്മുടെ ആനിക്കാടും നമ്മുടെ മല്ലപ്പള്ളിയും നമ്മുടെ കല്ലൂപ്പാറയും പുറമറ്റവും കുന്നന്താനവും പെരിങ്ങരയും കുറ്റൂരും എല്ലാം അടങ്ങുന്ന ഈ മണ്ഡലം എത്രയോ കാലമായിട്ട് ഓരോരോ വികസനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പലതരത്തിലുള്ള പരിശ്രമം നടത്തി വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്ജിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം പോലും തിരുവല്ലയുടെ പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതിൽ കൂടുതൽ ആശ്ചര്യമുണ്ടാക്കിയ, എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ ശബരിമല നിലനിൽക്കുന്ന ഈ പത്തനംതിട്ട ജില്ലയുടെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിലവിലെ MP ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് കയറി ചെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ആരെയും താരതമ്യം ചെയ്യാനോ ആരെയും പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മറ്റ് അയലത്തും അപ്പുറത്തുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ പേരൊന്നും എടുക്കുന്നില്ല. നമ്മളെക്കാളും പിന്നിലായിരുന്ന പല റെയിൽവേ സ്റ്റേഷനുകളും ഇന്ന് എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അതേപടി കിടക്കുകയാണ്, ആ പഴയ രീതിയിൽ കിടക്കുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സ്ഥലക്കുറവുണ്ടായിട്ടല്ല, തിരുവല്ല റെയിൽവേ സ്റ്റേഷന് കണക്ടിവിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും മറ്റെല്ലാ റെയിൽവേ സ്റ്റേഷനും, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു, എല്ലാവരും കണ്ടു കാണും. പുതുക്കി പണിഞ്ഞ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നടന്നു. ഓരോരോ റെയിൽവേ സ്റ്റേഷനായിട്ട് ഭാരതത്തിൽ നമ്മുടെ അയലത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരെ പുതുക്കി പണിത് റെയിൽവേയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഡൽഹിയിലോ തിരുവനന്തപുരത്തോ പോയി ഒരു ചെറു വിരൽ അനക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഓരോന്നോരോന്നായി നിരവധി കാര്യങ്ങൾ ആനിക്കാടുകാർക്ക് അറിയാം. ഏറ്റവും അധികം കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുന്ന ഒരു നാടാണ് ആനിക്കാട് എന്ന് പറയുന്ന പ്രദേശം. ആനിക്കാട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ടാങ്ക് പണിഞ്ഞിട്ടിട്ട് കാട് കയറി കിടക്കുകയാണ് എത്രയോ നാളുകളായിട്ട്. സത്യം പറഞ്ഞ ദ്രോഹമല്ലേ ഒരു ജനതയോട് ചെയ്യുന്നത്? ആനിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്ക് വോട്ട് വേണ്ട എന്ന മൈൻഡ് സെറ്റോടുകൂടി ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പറയുകയാണ്, അത് കാട് പിടിച്ച് കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആ ജനതയോട് കാണിക്കുന്ന എത്ര വലിയ ദ്രോഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയേറെ വികസന കാര്യങ്ങൾ, ഇത്രയേറെ വികസന സാധ്യതകൾ, ഇത്രയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്ന ഈ തിരുവല്ലയിൽ ഇത്രയും നാളായിട്ടും ഇതൊന്നും നടന്നില്ലെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്,
നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ സുപ്രധാനമായ 10-25 വർഷമായിരുന്നു. പ്രധാനപ്പെട്ട 25 വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ജനങ്ങളോടും പറയുന്നത് അത് തന്നെയാണ്. ഇനി കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനിയും പുതിയൊരു തുടക്കം വേണം. ഇനി നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞിടത്ത് നിന്ന് പുതിയതായിട്ട് തുടങ്ങിക്കൊണ്ട് ഈ തിരുവല്ലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പുതിയതായിട്ട് നമുക്കൊരു പദ്ധതി വേണം. ഈ തിരുവല്ലയെ പൊളിച്ചെഴുതാൻ, ഈ തിരുവല്ലയെ തിരുത്തി എഴുതാൻ നമുക്കൊരു പുതിയ തുടക്കം വേണം. തിരുവല്ലയ്ക്കൊരു മാറ്റം വേണം. ഇന്ന് ഒരു സിനിമാ സംവിധായകന്റെ ഇന്റർവ്യൂ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. തിരുവല്ലയുടെ അഭിമാനമായ ഒരു സിനിമാ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നു, തിരുവല്ലയ്ക്കൊരു മാറ്റം വേണം എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണ ജനങ്ങൾ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ട്, സാധാരണ ഈ സാംസ്കാരിക സിനിമാ മേഖലയിലുള്ള വ്യക്തികളൊന്നും അത്ര പെട്ടെന്നൊന്നും പ്രതികരിക്കുന്ന ആളുകളല്ല. അതും ഇത്രയും പ്രശസ്തനായ ഒരു സംവിധായകൻ, തിരുവല്ലക്കാരനായിട്ടുള്ള സംവിധായകൻ, അദ്ദേഹം പോലും പ്രതികരിക്കുന്നെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ. ഇനിയും ആ തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിക്കാൻ തിരുവല്ലയിലെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം തിരുവല്ലയ്ക്ക് പരിഹരിക്കാൻ നിരവധി 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 പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, മല്ലപ്പള്ളിയുടെ കാര്യം തന്നെ എടുക്കുക. മല്ലപ്പള്ളിയിലെ എത്ര റോഡുകൾ ഇപ്പോഴും വികസനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര റോഡുകൾ ഈ മല്ലപ്പള്ളി കിടക്കുന്നു. ആനിക്കാടുകാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്നും ചെറുവിരൽ അനങ്ങിയിട്ടില്ല. ഈ കുന്നന്താനവും കല്ലൂപ്പാറയും മല്ലപ്പള്ളിയും അടങ്ങുന്ന ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് വേണ്ടിയിട്ട് ഒരു നടപടി പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ തിരുവല്ല മല്ലപ്പള്ളി ടൗണിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ പദ്ധതിയും എടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തിരുവല്ല ടൗണിൽ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവിടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുകയുണ്ടായി. അപ്പൊ ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം അതിന്റെ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ആളുകൾ വന്ന് ഇങ്ങനെ കാട് വെട്ടിത്തെളിക്കുകയാണ്. അപ്പൊ ഞാനിത് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവം, അദ്ദേഹം പറഞ്ഞത്, ഒരു വർഷം മുമ്പ് മറ്റൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം അവർ വാടകയ്ക്ക് എടുത്തു. ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തില് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കാട് വെട്ടിത്തെളിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് 4 പെരുമ്പാമ്പിനെയാണ് എന്ന് അവർ എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം, തിരുവല്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ വേണ്ടിയിട്ട് കാലങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച എത്രയോ കായിക പ്രതിഭകളെ സമ്മാനിച്ച് ഈ തിരുവല്ലയുടെ അഭിമാനമാകേണ്ടിയിരുന്ന, ഒരിക്കൽ രഞ്ജി ട്രോഫി കളിച്ച തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം, ആ പബ്ലിക് സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. 4 പെരുമ്പാമ്പിനെയാണ് കാട് വെട്ടിത്തെളിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയെന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തീർത്തും അവഗണന. ആനിക്കാടുകാര് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നിലവിലെ നിയമസഭാ അംഗം അവിടെ എന്തോ പ്രസംഗം നടത്തി പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതായത് ആനിക്കാടുകാരുടെ വോട്ട് കിട്ടിയിട്ടല്ല ഞാൻ ജയിച്ചത്, അതുകൊണ്ട് ആനിക്കാടുകാരുടെ വോട്ട് എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ അവിടെ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞാൽ ആനിക്കാടുകാരോട് ഭയങ്കര അവഗണനയാണ് എന്ന് കുറച്ച് ദിവസം മുമ്പ് ആനിക്കാടുകാർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി. ഇത് ഈ തിരുവല്ല മണ്ഡലത്തിലെ ഏതൊരു പഞ്ചായത്തിൽ പോയി ചോദിച്ചാലും അവർ ഇതേ മറുപടി പറയും, ഞങ്ങളോട് തീർത്തും അവഗണന കാണിച്ച ഒരു നിയമസഭാ അംഗമാണ് കഴിഞ്ഞ 20 വർഷമായി ഇരുന്നത്. സ്വന്തം, അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റി, അദ്ദേഹം താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിലുള്ള സ്റ്റേഡിയം പോലും നന്നാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വികസനം പോട്ടെ, സ്വന്തം വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് പോലും. അപ്പൊ എന്ത് വികസനമാണ് തിരുവല്ലയ്ക്ക് കഴിഞ്ഞ 20 വർഷം കൊണ്ട് കിട്ടിയത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയേറെ പാരമ്പര്യമുള്ള, ചരിത്രമുറങ്ങുന്ന മണ്ണായ, ലോകം കണ്ടിട്ടുള്ള, ലോകപരിചയമുള്ള തിരുവല്ലക്കാരെ കളിയാക്കുന്നതിന് തുല്യമാണ് ഈ കഴിഞ്ഞു കടന്നുപോയ 20 വർഷങ്ങൾ. പക്ഷെ നമുക്കത് തിരിച്ചു പിടിക്കണം. ആ 20 വർഷങ്ങൾ നമുക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് തിരുവല്ലയുടെ വികസനത്തിന്റെ മുഖച്ഛായ നമുക്ക് മാറ്റിയെടുക്കണം. തിരുവല്ലയുടെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം നമ്മളോടൊപ്പമുള്ള ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാൻ പോയി. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാൻ പോയപ്പോൾ ഞാൻ കരുതിയത് അദ്ദേഹം ആ പേപ്പർ മേടിച്ച് വെക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന് പിയോട് പറയും ഇത് നാളെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പിയോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഡിവിഷണൽ റീജിയണൽ മാനേജറെ ഫോൺ വിളിക്കൂ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് റെയിൽവേയുടെ ഡിവിഷണൽ റീജിയണൽ മാനേജർ DRMനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തിരുവല്ല റെയിൽവേ സ്റ്റേഷനോട് ബന്ധപ്പെട്ട് ഇന്ന ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഓരോരോ കാര്യങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം PS-നോട് പറയുകയാണ്, പ്രൈവറ്റ് സെക്രട്ടറി പറയുകയാണ്, ഈ വന്നിരിക്കുന്ന അനൂപ് ആന്റണി കൊണ്ടുവന്നിരിക്കുന്ന ഈ നിവേദനം ഇപ്പോൾ തന്നെ ഫാക്സോ ഇമെയിലോ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു. ആ DRM ഒരു സംഘവുമായി വന്ന് ഈ ഇവിടെയുള്ള തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ ഇൻസ്പെക്ഷൻ നടത്താൻ വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കൈപിടിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ താല്പര്യമുള്ള, നമ്മളോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തിരുവല്ലയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, തിരുവല്ലയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് സാധാരണ MLA അല്ല. തിരുവല്ലയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു ഡബിൾ എഞ്ചിൻ MLA ആണ്. ഒരു ഡബിൾ എഞ്ചിൻ MLA എന്ന് പറഞ്ഞാൽ ഒരു MLA-യുടെ ശക്തി മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ശക്തി കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള വികസനമായിരിക്കും ഈ തിരുവല്ലയിലും മല്ലപ്പള്ളിയിലും ഒക്കെ വരാൻ പോകുന്നത്. നമുക്ക് എന്ത് കാര്യത്തിനും കയറിച്ചെല്ലാൻ, വളരെ എളുപ്പത്തിൽ കയറിച്ചെല്ലാൻ നമുക്കിന്നൊരു പ്രധാനമന്ത്രിയുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, കഴിഞ്ഞൊരു ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും കോർപ്പറേഷനിൽ നമ്മൾ വിജയിച്ചു. ഐതിഹാസികമായ വിജയത്തിന് ശേഷം തിരുവനന്തപുരത്തെ കൗൺസിലർമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി അവരുമായി ആശയവിനിമയം നടത്തി. അവരുടെ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു. നമ്മുടെ കുറ്റൂർ പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. കുറ്റൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള പ്രസന്ന ചേച്ചി ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പ്രസന്ന ചേച്ചിയും കൊണ്ടുപോയി. പ്രസന്ന ചേച്ചി ആദ്യമായിട്ടാണ് ഡൽഹി കാണുന്നത്. പ്രസന്ന ചേച്ചി ആദ്യമായിട്ട് ഡൽഹി കാണുന്നത്, സാധാരണ ഒരു വ്യക്തി ആദ്യമായിട്ട് ഡൽഹി ചെല്ലുമ്പോൾ ഡൽഹി കാണുന്നത് കൊണോട്ട് പ്ലേസും ഇന്ത്യ ഗേറ്റും ഒക്കെ ആയിരിക്കും. പക്ഷെ പ്രസന്ന ചേച്ചി ആദ്യമായിട്ട് ഡൽഹിയിൽ കാണുന്നത് പ്രധാനമന്ത്രിയുടെ വീടാണ്. അത് മാത്രമല്ല, വീടിന്റെ പുറത്തു നിന്നല്ല കാണുന്നത്, വീടിന്റെ അകത്ത് കയറിയിട്ട്, പ്രധാനമന്ത്രി താമസിക്കുന്ന വീടിനകത്ത് കയറിയിരുന്നിട്ട് പ്രധാനമന്ത്രിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഡൈനിങ് ടേബിൾ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പ്രസന്ന ചേച്ചി ആദ്യമായിട്ട് ഡൽഹി കണ്ടത്. എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA-യുടെ ഒരു ജനപ്രതിനിധി ജയിച്ചു വന്നാൽ എത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ഒരു വികസനത്തിന്റെ കാര്യം വരുമ്പോൾ കയറി ചെല്ലാൻ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു കേന്ദ്ര സർക്കാരുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഒരു നേതൃത്വമുണ്ട്. ആ ശക്തിയാണ് തിരുവല്ലയുടെ തലവര തിരുത്തി എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഡബിൾ എഞ്ചിൻ MLA സൃഷ്ടിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും NDA-യുടെ സാരഥിയായിട്ട്, സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു സ്വഭാവം. ഏത് 24 മണിക്കൂറിൽ എപ്പോൾ വിളിച്ചാലും അത്യാവശ്യം ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിവതും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളിൽ എല്ലാവരുടെയും വീടുകളിലൊക്കെ അത്യാവശ്യം വ്യക്തി ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് തിരുവല്ലയിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, ഏറ്റവും താഴെത്തട്ടിലെ വ്യക്തിയോടൊപ്പം നിന്നുകൊണ്ട്, അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നലെ തിരുവല്ലയിലെ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പ്, ആ ഓൺലൈൻ ഗ്രൂപ്പിന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. അവർ NRI-കളുടെ ഒരു സമൂഹമാണ്. ഖത്തർ ചാപ്റ്ററാണ് ആ പരിപാടി നടത്തിയത്. അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഓൺലൈനായിട്ടാണ് പ്രസംഗം. ഞാനതിൽ തിരുവല്ലയുടെ വികസന കാര്യങ്ങളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. നിരണത്ത് എന്ത് ചെയ്യണം, കടപ്പുറയിൽ എന്ത് ചെയ്യണം, പെരിങ്ങറിൽ എന്ത് ചെയ്യണം, കുറ്റൂർ എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റിയിൽ എന്ത് ചെയ്യണം, മല്ലപ്പള്ളിയിൽ എന്ത് ചെയ്യണം, ആനിക്കാട് എന്ത് ചെയ്യണം, കല്ലുപാറ എന്ത് ചെയ്യണം, ഓരോരോ കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. ഇന്ന് തന്നെ ഒരു വ്യക്തി എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, താങ്കൾ ഈ തിരുവല്ലയെക്കുറിച്ച് ഇത്രയും ഓരോരോ കോണുകളെ കുറിച്ചും കൃത്യമായി ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ നിലവിലുള്ള നിയമസഭാ അംഗത്തിൽ നിന്ന് ഇതായിരുന്നു കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് NDA-യുടെ നേതൃത്വം തിരുവല്ലയുടെ പ്രശ്നങ്ങൾ പഠിച്ച്, ഓരോരോ മുക്കിലും മൂലയിലുമുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അവിടെ എന്ത് വികസനം കൊണ്ടുവരണമെന്ന് കൃത്യമായി മനസ്സിലാക്കി. കാരണം എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
നമ്മുടെ മണ്ഡലത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നെ വിളിച്ചുകൊണ്ട്, ഓരോ സ്ഥലങ്ങളിലും എന്നെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അവസരം തന്നു. അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നാളുകൾ തിരുവല്ലയിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട്, ഒരു വലിയ വിജയമുണ്ടാക്കിക്കൊണ്ട് താമര വിരിയാൻ പോകുന്ന കാലഘട്ടമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ താമര വിരിയിച്ചുകൊണ്ട് തിരുവല്ലയുടെ തലവര നമ്മൾ തിരുത്തി എഴുതാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേരാരിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഒരു 10 വർഷവും കൂടെ കഴിഞ്ഞ് അവൻ 20 വയസ്സാവുമ്പോൾ അവൻ ഇതേപോലെ ഒരു സദസ്സിൽ വന്നിരുന്നിട്ട് അന്ന് BJPയുടെ MLA ഇതേപോലെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് കൈയടിക്കും. എന്തിനാണെന്നറിയാമോ? സാറേ, ചേട്ടാ, ഞാൻ 10 വർഷം മുമ്പ് ഇതേപോലൊരു പ്രസംഗം കേട്ടിരുന്നു. ആ പ്രസംഗത്തിൽ വെച്ച് 10 വർഷം കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഈ തിരുവല്ലയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 വർഷം കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ 20 വർഷമായി അതേപടി കിടക്കുകയാണ് തിരുവല്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകാത്ത രീതിയിൽ 10 വർഷം കൊണ്ട് തിരുവല്ലയുടെ മുഖച്ഛായ മാറ്റി. അപ്പോൾ അവൻ പറയും, ഞാൻ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഈ പ്രസംഗം കേട്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. 10 വർഷം കൊണ്ട് എന്തൊരു മാറ്റമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലുള്ള എന്തൊരു മാറ്റമാണ് ന്യൂയോർക്കിന്റെ റോഡ് എന്നൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊരു മാറ്റമാണ് എന്ന് യഥാർത്ഥമായിട്ട് ആ ചെറുപ്പക്കാരൻ പറയാൻ പോകുന്ന 10 വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. അടുത്ത 5-10 വർഷങ്ങൾ തിരുവല്ലയിലെ ജനങ്ങൾ നമുക്ക് നൽകാൻ പോകുന്ന വർഷങ്ങളാണ്. നമുക്ക് നൽകാൻ പോകുന്ന വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ MLA ആയി ഇവിടുന്ന് ജയിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തിരുവല്ലയുടെ തലവര തിരുത്തി എഴുതുന്ന രീതിയിൽ, തിരുവല്ലയുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള 10 വർഷങ്ങൾ നമുക്ക് അധ്വാനിക്കണം. 10 വർഷങ്ങൾ ഞാൻ പറയുന്നത്, ഈ ടേം നമ്മൾ ജയിക്കും, അടുത്ത ടേം നമ്മൾ ഉറപ്പായും ജയിക്കും, ഈ 2 ടേം നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. 3ാമത്തെ ടേമിലേക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം കിടക്കുന്നില്ല, ഫസ്റ്റ് 2 ടേം കഴിയട്ടെ. അപ്പൊ അതുകൊണ്ട് അടുത്ത 10 വർഷങ്ങൾക്കുള്ള ഒരു വികസന മാസ്റ്റർ പ്ലാൻ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവിടും. ഈ തിരുവല്ല മണ്ഡലത്തെ, അതിന്റെ മുഖച്ഛായ മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ പുറത്തുവിടും. പക്ഷെ അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ചു മുമ്പ് കുറ്റൂര് പ്രചരണത്തിന് പോയ കൂട്ടത്തില് ചേച്ചിമാരിങ്ങനെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി കൊണ്ട് പറഞ്ഞു, മോനെ കോലം കെട്ടുപോയി കേട്ടോ, കഴിഞ്ഞ 2 മാസമായിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഇനി വരാൻ പോകുന്ന 5 വർഷം ഇതിലും കോലം കെടും. കാരണം അധ്വാനം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ അധ്വാനം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ അധ്വാനം ഇനി വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരുവല്ലയെ മാറ്റാൻ വേണ്ടിയിട്ട്, തിരുവല്ലയുടെ മുഖച്ഛായ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്വാനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു വികസിത തിരുവല്ലയ്ക്ക് വേണ്ടിയിട്ട്, ഒരു മാറിയ തിരുവല്ലയ്ക്ക് വേണ്ടിയിട്ട്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഇത്തവണ താമര വിരിയിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വരാൻ പോകുന്ന നാളുകൾ നമ്മുടേതാണ്, ഒരു മികച്ച തിരുവല്ലയുടേതാണ്, ഒരു നല്ല തലമുറയുടേതാണ്. അതിനുവേണ്ടി ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. താമര വിരിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറിക്കൊണ്ട് ഈ തിരുവല്ല മല്ലപ്പള്ളിയെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി ഒരു 4 പേരുണ്ട്. അവരെ അനൂപ് ജി സ്വീകരിക്കുന്നതാണ്. ആദ്യമായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സുബിയൻ, വെറ്റിനറി ഡോക്ടറാണ്. ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട റജി പനച്ചയിൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ റജി പനച്ചയിൽ ഹാരാർപ്പണം സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ 5 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെങ്ങന്നൂര് കഴിഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ പ്രിയപ്പെട്ട അനൂപ് ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായിട്ട് ശ്രീ റെജി പനച്ചിയിൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഷാജി ജോർജ് ആനിക്കാട്, രതീഷ് ES ആനിക്കാട്, ഈ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം മുഴുവൻ സമയവും നമ്മളോടൊപ്പം പ്രവർത്തിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുവാൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി സുജ അവർ ഇവിടെ എത്തിച്ചേർന്നു. നമ്മളോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുജ അവരുകളെയും നമ്മുടെയൊക്കെ ഈ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വൈകിയുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. എങ്കിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കാനുള്ള സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുജ അവരുകളെയും പാർട്ടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടിറ്റു തോമസിനെ ക്ഷണിച്ചോളൂ. ഏറെ ബഹുമാനായ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ, ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇൻചാർജുമായിരിക്കുന്ന വിജയകുമാർ മണിപ്പുഴ അവർ, നമ്മുടെ ഈ യോഗത്തിൻ്റെ കാരണമായിരിക്കുന്ന ഏറെ ബഹുമാനായ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന അനൂപ് ആന്റണി അവർ, സ്നേഹമുള്ള വേദിയിലിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ, മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാർ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹം പല പരിപാടികൾ കഴിഞ്ഞാണ് ഇവിടേക്ക് എത്തിച്ചേർന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വേഗം തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അനൂപ്ജിയുടെ ഈ മത്സര സ്ഥലമായ തിരുവല്ല നിയോജകമണ്ഡലത്തിലേക്ക് എത്തണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വൈകിട്ടും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. ഏതാനും കുറച്ച് മിനിറ്റുകളുണ്ട്. നമുക്കറിയാം, ചില പരിപാടികൾ കുറച്ച് വൈകിയാലും ആ പരിപാടിയുടെ മാധുര്യം ഏറും എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ മല്ലപ്പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്ന നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ഈ കസാരകളൊക്കെ തന്നെ നമുക്കറിയാം, കുറച്ച് ഭാഗങ്ങൾ ബാക്കിൽ എല്ലാവരും അത്യാവശ്യമായിട്ട് ഇത്രയും സമയമായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഒട്ടനവധി ആൾക്കാർ ബാക്കിൽ അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാവരും ദയവേത് കസാരകളിലേക്ക് കയറിയിരിക്കണം. അതുപോലെ ബാക്കി ഇരിക്കുന്നവർ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മറ്റുള്ള പാർട്ടികളിലെ ഒക്കെ അപേക്ഷിച്ച് തന്നെ മാധ്യമ രംഗത്തൊക്കെയാണെങ്കിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കിക്കൊണ്ട് ഇന്ന് ഈ കേരള സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ വരവേൽക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ആ ബാക്കി നിൽക്കുന്ന എല്ലാവരും തന്നെ തിരിച്ച് കയറിയിരിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്ന് നമുക്കറിയാം, നമ്മൾ വളരെ കാലമായി കാത്തിരുന്ന ഒരു നിമിഷമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വികസിത ഭാരത് എന്ന മുദ്രാവാക്യവുമായി ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും ഭാരതീയ ജനതാ പാർട്ടി എത്തിപ്പെട്ട് കഴിഞ്ഞു എന്നത് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ രാജ്യത്തിന്റെ വികസനം എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ യുവജനങ്ങളുടെ വികസനം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ലോകരാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ മഹാരാജ്യം. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആയുധശേഷിയോ നോക്കിക്കൊണ്ട് മാത്രമല്ല, ഇന്നിവിടെ വളർന്നു വരുന്ന ഒരു യുവതലമുറ, ഏകദേശം 25-നും 45-നും വയസ്സ് ഇടയിലുള്ള ഒരു പ്രായം, അത് വളർന്നു വരുന്ന ആ വലിയൊരു
യുവതലമുറ വളർന്നു വരുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ശേഷിയോ ആയുധശേഷിയോ ഒക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നത് മറ്റു ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഈ തിരുവല്ല പോലുള്ള കൊച്ചു നിയോജക മണ്ഡലത്തിൽ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു യുവാവിനെയാണ് യുവ നേതാവിനെയാണ് ഇന്നിവിടെ മത്സര രംഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഈ സമൂഹത്തിൽ ഈ തിരുവല്ലയുടെ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിക്കൊണ്ട് പഞ്ചായത്തുകളുടെ മുക്കിലും മൂലയിലും അല്ലെങ്കിൽ ഏതൊരു പ്രദേശത്തും എത്തിച്ചേർത്തുന്നുകൊണ്ട് അവിടുത്തെ വികസിത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും ആ മുരടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലെ കൈത്താങ്ങിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് മുഖ്യമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം ഇവിടെ വളരെ ലഘുവായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം ആനിക്കാടിന്റെ വെള്ളപ്രശ്നവും കുടിവെള്ള പ്രശ്നവും അതുപോലെ നിർണം പ്രദേശത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ തിരുവല്ല നിയോജകമണ്ഡലത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞത്. നമുക്കറിയാം ഒരു കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിലും അതേസമയം അത് സ്വയമേ കണ്ടുപഠിക്കുന്നതിലും വളരെ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. കാരണം കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചൊക്കെ വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് കൃത്യമായിട്ട് അങ്ങ് ആനിക്കാട് മുതൽ നിർണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പ്രദേശത്തെ ആൾക്കാരെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ആ പ്രദേശത്ത് ഇന്ന വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു തരുന്ന ഒരു യുവ നേതാവ് ഇന്ന് തിരുവല്ലയിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ LDയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറെ ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് വരവേൽക്കാം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ബഹുമാനായ രാജീവേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തെ നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വരവേറ്റുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, രാജീവേട്ടൻ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, NDA की, भारत माता की, राजीव चंद्रशेखर जी. स्वागतम सुस्वागतम, राजीव वेटर स्वागतम, स्वागतम सुस्वागतम, राजीव वेटर स्वागतम. എല്ലാവരും ആ ബാക്കി നിൽക്കുന്ന എല്ലാവരും തന്നെ അകത്തേക്ക് ചലിക്കേണ്ടതാണ്. നമ്മുടെ രാജീവൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ബാക്കി നിൽക്കുന്ന എല്ലാവരും ആ കസറകളിലേക്ക് കയറി നിൽക്കണം. അദ്ദേഹത്തെ നമ്മൾ ഇപ്പോൾ വരവേറ്റുകൊണ്ട് ഏറെ ബഹുമാനായ നമ്മുടെ എല്ലാം സ്നേഹവാനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹവാനായ ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇൻചാർജ് വിജയകുമാർ മണിപ്പുഴ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുവാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ ഞാനിപ്പോൾ വൈകിയ വേളയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ജനകീയ നേതാക്കന്മാർ നിയമസഭയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ രാജീവേട്ടനിരിക്കുന്ന ആ കസേരയുടെ തൊട്ടടുത്ത് അനൂപ് ആന്റണി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ മാപ്പ് ചോദിക്കുന്നു, കുറച്ച് ലേറ്റായി പോയി.
ഇത് എൻ്റെ 5ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന്. കുറച്ച് സ്റ്റക്കായി പോയി, കായംകുളവും ചെങ്ങന്നൂരെല്ലാം. അതിപ്പോൾ എന്നെ മാപ്പ് ചെയ്യണം. 6 മണി മുതൽ ഇവിടെ ഇരിക്കുന്നു എന്ന് അനൂപ് പറഞ്ഞു. ഞാൻ കൂടുതൽ സംസാരിക്കില്ല. പക്ഷേ 2-3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് NDAയും BJP കാണുന്നത്. എത്ര കൊല്ലമായി മാറി മാറി ഭരിച്ച UDFും LDF നാടിനെ നശിപ്പിച്ചു, ഇനിയും നശിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ പറയുന്നത് മതിയായി, LDFും മതിയായി, UDFും മതിയായി. അവർ പറയുന്നു മാറ്റം തുടങ്ങാം. ആ മാറ്റം കൊണ്ടുവരാനാണ് BJP NDA ഈ ഇലക്ഷൻ മത്സരിക്കുന്നത്. ആ മാറ്റം കൊണ്ടുവരാനും വികസിത തിരുവല്ല സൃഷ്ടിക്കാനാണ് നമ്മുടെ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ഇവിടെ മത്സരിക്കുന്നത്. മാറി മാറി ഭരിച്ചു. ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല അവർ എന്തെല്ലാം ചെയ്തു. പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 27 സംസ്ഥാനത്തിൽ ഒരുമിച്ച് രാഷ്ട്രീയം ചെയ്യുന്ന 2 പാർട്ടിയാണ് LDFും UDFും, CPMും കോൺഗ്രസും. 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസിലും. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് ഒന്നായി മത്സരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച മാർച്ച് 7 മുതൽ മുമ്പോട്ട് വെച്ച ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, കോൺഗ്രസ് CPM രണ്ടല്ല ഒന്നാണ്. അത് ശബരിമല കൊള്ളയിൽ അവർ ഒന്നാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നതിൽ ഒന്നാണ്, അഴിമതിയിൽ ഒന്നാണ്, കുടുംബരാഷ്ട്രീയത്തിൽ ഒന്നാണ്, നാട്ടിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. 10 കൊല്ലം മുമ്പേ LDF എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് 10 കൊല്ലം ഭരിച്ചത്. എന്തെങ്കിലും ശരിയായോ? തിരുവല്ലയിൽ വികസനം നടന്നോ? ഇല്ല. 10 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിലും ഭരിച്ച കോൺഗ്രസ് പാർട്ടി 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഇന്നും തിരുവല്ല, കായംകുളം, ആറന്മുള ഇവിടെ എല്ലാം കുത്തിയിരിക്കുകയാണ് 10-15 കൊല്ലമായിട്ട് MLAമാർ. ജനാധിപത്യ സംവിധാനത്തിൽ 5 കൊല്ലം ജനങ്ങളൊരു അവസരം തരുന്നു. ഒരു MLA, ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി ആ അവസരം എന്തിനു തരുന്നു? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ, നാടിനെ നന്നാക്കാൻ. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? ആ മാൻഡേറ്റ് കിട്ടും, എന്തെങ്കിലും പറയും, വിവാദങ്ങൾ സൃഷ്ടിക്കും, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു വിവാദം ഉണ്ടാക്കും ഇലക്ഷന് മുമ്പ്. എന്നിട്ട് എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളെ വോട്ട് നേടും. ഇതിനെയാണ് മാറ്റേണ്ടത്. ഈ വിവാദ രാഷ്ട്രീയം മാറ്റി ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണം. എന്നിട്ട് ഈ 2 പാർട്ടീസ് ആണ് ഇന്ന് പറയുന്നത് CPM കോൺഗ്രസ് രണ്ടും പേടിച്ചിരിക്കുന്നു. ഈ BJP NDAന്റെ വളർച്ച കാണുമ്പോൾ, ജനങ്ങൾ ഈ BJPന്റെ കാഴ്ചപ്പാട് ഏറ്റെടുക്കുമ്പോൾ ഇവർക്കൊരു ഭയം. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പേ തുടങ്ങിയ ഒരു പ്രചരണം. കോൺഗ്രസ്സുകാർ പറഞ്ഞു CPM ആണ് BJPന്റെ B ടീം. CPM മുഖ്യമന്ത്രി ഓടിച്ചാടി വന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് BJPന്റെ B ടീം. അപ്പൊ രണ്ടുപേരും സമ്മതിക്കുന്നത് BJP ഒരു A ടീമാണെന്നാണ് സമ്മതിക്കുന്നത്. ഞാൻ അതിന് എഗ്രി ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പും
ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രാഷ്ട്രീയം, 27 സംസ്ഥാനത്തിൽ 8 യൂണിയൻ ടെറിട്ടറി ഒരുമിച്ച് മത്സരിക്കുന്ന രാഷ്ട്രീയം ആണല്ലോ സത്യം. അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഈ ഇലക്ഷൻ. ഞങ്ങളുടെ സർവേ പ്രകാരം 2 പേരും ഒരു 40 സീറ്റിൽ സ്റ്റക്കാ. അപ്പൊ ബാക്കി 60 സീറ്റോ അതാണ് BJP NDAക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഇലക്ഷൻ ഞങ്ങൾ 1 സീറ്റിനോ 2 സീറ്റിനല്ല മത്സരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളമാണ്, വികസിത തിരുവല്ലയാണ്. വികസിത തിരുവല്ല, വികസിത കേരളം സൃഷ്ടിക്കാൻ ഭരണത്തിൽ വരണം BJP NDA. അപ്പൊ ഭരണം പിടിക്കാനാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത്. ആ ഭരണം പിടിക്കുമ്പോൾ ആ ഭരണത്തിന് വേണ്ടി തിരുവല്ല ജനങ്ങൾ അനൂപ് ആന്റണിയെ ജയിപ്പിക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ അനൂപിനെ നന്നായി അറിയാം. ഏറെ കഴിവുള്ള ഒരു വ്യക്തി, ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി, 365 ദിവസം 24 മണിക്കൂർ അധ്വാനിക്കുന്ന ഒരു വ്യക്തി ആണ് നമ്മളുടെ ആവശ്യം. തിരുവല്ലേൻ്റെ MLA ആയി ഇവിടെ കുത്തിയിരുന്ന് ഒന്നും ചെയ്യാത്ത ആ പഴയ രാഷ്ട്രീയ സംസ്കാരം നമ്മൾ മാറ്റണം. ഒരു പുതിയ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരണം. ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് അനൂപ് ആന്റണി. അനൂപ് ആന്റണി ജയിച്ചാൽ തിരുവല്ല ജയിക്കും, തിരുവല്ല ജയിച്ചാൽ കേരളം ജയിക്കും. ഈ ഇലക്ഷൻ ഞങ്ങൾ മത്സരിക്കുന്നത് കേരളത്തിനെ ജയിപ്പിക്കാനാണ്, കേരളത്തിനെ നന്നാക്കാനാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് ആലോചിച്ച് എല്ലാവരോടും പറഞ്ഞ് ഈ വോട്ട്, ഈ ഇലക്ഷൻ അനൂപ് ആന്റണിനെ ജയിപ്പിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവസാനം, നമ്മളെല്ലാവരുടെയും ലക്ഷ്യം വികസനമാണ്. വികസനം, വികസിത കേരളം, വികസിത തിരുവല്ല, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം. ഇതിനു വേണ്ടി അടുത്ത 12-14 ദിവസം എല്ലാവരും ഒരുമിച്ച് അധ്വാനിച്ച് അനൂപ് ആന്റണിയെ അസംബ്ലിയിൽ അയച്ച് തിരുവല്ലയിൽ മാറ്റം തുടങ്ങാം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. കൃതജ്ഞത പറയുന്നതിന് വേണ്ടി അനീഷ് അമ്പാട്ട് ഭാഗത്ത് ക്ഷണിക്കും. ഈ വൈകിയ വേളയിൽ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഇത്രയും നേരം ക്ഷമിച്ച് ഇരുന്ന പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.